പകുതി എനിക്ക് കഴിക്കാം, ബാക്കി പകുതി അവന് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. അപ്പോൾ ഇത് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ് ഇന്ന് 26-ാം തീയതി, ഇന്ന് SSLC പരീക്ഷ തീരുന്ന ദിവസമാണ്. ഇന്ന് ബയോളജിയാണ് എക്സാം. രാവിലെ ഒരു 6:20 ആയപ്പോൾ എണീറ്റിട്ട് ഇന്ന് പഠിക്കുകയാണ് ഗായ്സ്. ഇപ്പോൾ എനിക്കിത്തി പാടുള്ള വിഷയം എന്ന് പറയുന്നത് തന്നെ ബയോളജിയാണ് ഗായ്സ്. ഈ സയൻസ് 3 എനിക്ക് പാടാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ രാവിലേക്കാണ് പഠിക്കുന്നത്. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഒരു 7 മണി കഴിയുമ്പോൾ എണീക്കുള്ളൂ. അതുകൊണ്ട് നേരത്തെ എണീറ്റ് പഠിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ പല്ലൊക്കെ തേച്ച് റെഡി ആവണം. സമയമുണ്ട്, കുഴപ്പമില്ല. 9 മണിക്കാണ് പോകേണ്ടത്. നമ്മളെ വീടിൻ്റെ സൈഡിൽ മുളക് നട്ടതാണിത്. എല്ലാം നല്ല വൃത്തിയായ ഗായ്സ്, ഒന്നും പാഴിപ്പോയിട്ടില്ല. കാണുന്നതൊക്കെ അതാണ്. ഇത് വെച്ച് നമ്മൾ കറി വയ്ക്കുന്നതൊക്കെ വീട്ടിൽ ആവശ്യങ്ങൾക്കെല്ലാം എടുക്കുന്നത് ഈ മുളക് തന്നെയാണ്. ഹലോ ഗൈസ്, ഞാൻ സ്കൂളിൽ പോകുമ്പോഴാണ്. എനിക്ക് മറ്റന്നാളെ പരീക്ഷ തീരുള്ളൂ. ഇന്ന് റിവിഷൻ ക്ലാസ്സാണ്. ഗൈസ് അവന് 8:15 ആകുമ്പോൾ ബസ് വരും ഗൈസ്. അപ്പോൾ ബസ്സിലാണ് അവൻ പോകുന്നത്. നമ്മുടെ റാംബോ പയ്യൻ അവൻ എണീറ്റ് വനമ്പോൾ ഭയങ്കര ബഹുമാനമൊക്കെയാണ് ഗൈസ് കാണിക്കുന്നത്. രാവിലെ എണീറ്റതിന് ക്ഷീണമൊക്കെ ഉണ്ട് ഇപ്പം. പിന്നെ അവനൊരാളെ ബസ് വന്ന ഗൈസ്, പോകാനുള്ള ബസ്. അപ്പം അവൻ 8:15 ആകാൻ പോയി. ഇനി അവന് 28-ാം തീയതി പരീക്ഷ തീരുള്ളൂ. ഞാൻ സമയം 8:15 കഴിഞ്ഞപ്പോൾ റെഡിയാവുകയാണ് ഗൈസ്. ഇപ്പോൾ കുളിച്ച് റെഡിയായി യൂണിഫോമൊക്കെ എടുത്തിട്ട് പോകാൻ പോവുകയാണ് ഗൈസ്. പിന്നെ ഇന്ന് കാപ്പി എന്ന് പറയുമ്പോൾ ഇടിയപ്പവും നമ്മുടെ ഉരുളക്കിഴങ്ങ് സ്റ്റൂവും കട്ടൻ ചായയും 2 മുട്ടയുണ്ട് ഗൈസ്. ഇത് ഈ സ്റ്റൂ വേറെ നല്ലൊരു പ്രത്യേക സ്റ്റൂ ആണ് ഗൈസ്, നമ്മൾ സാധാ വയ്ക്കും പോലത്തെ അല്ല ഗൈസ്. അപ്പോൾ ഇന്ന് എൻ്റെ അവസാനത്തെ പരീക്ഷയാണ്. ഇന്നും കൂടെ ആ പരീക്ഷയെല്ലാം കഴിയും. ഇന്ന് ബയോളജി പരീക്ഷയാണ്. ഇന്നും കൂടെ കഴിയുമ്പം 11 കാലമാകുമ്പോൾ പരീക്ഷ വരും. അത് കഴിഞ്ഞാൽ വീട്ടിൽ വരും. അപ്പം ഇപ്പോൾ പരീക്ഷ എഴുതാൻ പോകണം. നന്നായി എഴുതാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെയുള്ള പരീക്ഷയെല്ലാം എളുപ്പമായിരുന്നു. ഇത് എളുപ്പമായിരിക്കും. സയൻസ്, ഫിസിക്സും കെമിസ്ട്രിയൊക്കെ എളുപ്പമായിരുന്നു. അപ്പോൾ ഇത് എളുപ്പം ആവാനായിരിക്കും സാധ്യത. നോക്കാം. എന്തായാലും ഞാൻ പഠിച്ചിട്ടുണ്ട്. പരീക്ഷ എഴുതിയിട്ട് തിരിച്ച് വരുമ്പോൾ കാണാം ഗൈസ്. അപ്പോൾ ഞാൻ അങ്ങനെ സ്കൂളിലോട്ട് പോവുകയാണ്. അപ്പം ഇതാണ് ഗൈസ് സ്കൂളിൻ്റെ എന്ന് പറയുമ്പോൾ പരീക്ഷ സമയമാവാറായി. 9 മണി കഴിഞ്ഞേ ഉള്ളൂ. അല്ലെങ്കിൽ പതുക്കെ എല്ലാം വരുള്ളൂ ഗൈസ്. 9:30-ക്കൊക്കെയാണ് എല്ലാം വരുന്നത്. ഗൈസ് പരീക്ഷ കഴിഞ്ഞ് സൂപ്പർ പരീക്ഷയായിരുന്നു. എല്ലാം എളുപ്പമുണ്ടായിരുന്നു. പരീക്ഷയൊക്കെ നല്ല പരീക്ഷയായിരുന്നു. A+ ഉറപ്പാണ് ഗൈസ്. അപ്പം നമുക്ക് ഇനി റേഷൻ കടയിൽ പോകണം. അവിടെ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പാങ്ങോട് റേഷൻ കട. പിന്നെ ഉച്ചയ്ക്ക് ചോറിനൂടെ കൊഴിയള മീനും വെണ്ടയ്ക്ക വിഴുക്കും മരിച്ചീനി ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ പൊരിച്ച മീനും അതിൻ്റെ കൂടെ വാങ്ങിച്ചപ്പോൾ ഒരു കണവക്കുട്ടിയൊക്കെ കിട്ടി ഗൈസ്, ഭാഗ്യം. പിന്നെ നല്ല ടേസ്റ്റാണ് ഗൈസ്. എനിക്ക് കണവ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കണവ കിട്ടാനില്ല, ഇതിനെ കൂടെ കിട്ടിയതാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെ വാങ്ങിക്കാൻ നേരത്ത് തോരൻ വെച്ച് കഴിക്കാനാണ് ഗൈസ് പതിവ്. ഇപ്പം ഇന്ന് മീനിൻ്റെ കിട്ടിയോണ്ട് നമ്മൾ ഒന്ന് പൊരിച്ച് വെച്ചതാണ്. പിന്നെ കറികളൊക്കെ സൂപ്പറായിരുന്നു ഗൈസ്. നല്ല വിശപ്പുള്ളതുകൊണ്ടായെന്ന് തോന്നുന്നു. നല്ല സെറ്റായി കഴിച്ചു. സൂപ്പർ കറികളായിരുന്നു. കൊഴിയാള മീനൊക്കെ കുറേ നാളെ കിട്ടിയിട്ട് ഇപ്പോൾ ഇന്നാണ് കഴിക്കുന്നത്. പായസം ഇതാണ് ഐറ്റം ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു കണവ ഉണ്ടായിരുന്നത് നിങ്ങൾ എടുത്തിട്ടില്ലെന്ന് വിചാരിക്കും. അത് അനിയന് പരീക്ഷ ഉണ്ടാവും. അവന് 28-ാം തീയതി തീരുള്ളൂ. CBSE ആണ്. അപ്പം വൈകുന്നേരം 4 മണിക്ക് വരുള്ളൂ. അപ്പോൾ അവന് വെച്ചില്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും. അപ്പം കുറച്ച് അതിന് പകുതി എനിക്ക് കഴിക്കാം, ബാക്കി പകുതി അവന് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഞാൻ പകുതി ഇവിടെ എടുത്തിട്ടുണ്ട്. ടേസ്റ്റ് നോക്കാം ഗൈസ് നമുക്ക്. സൂപ്പർ ഗൈസ്. പക്ഷേ മറ്റേ നമ്മൾ വേവിച്ച് കഴിക്കുന്നതുകൊണ്ട് കുറച്ചൊരു വേവ് വേണം. ഇത് പൊരിച്ചതാണെങ്കിൽ അത്രയും വേവില്ല, എന്നാലും സൂപ്പർ സാധനം. പിന്നെ ഗൈസ് വിളക്കൊക്കെ തേച്ച് പോക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വിളക്ക് കേൾക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കുഴപ്പമില്ല. ഹലോ ഗൈസ്. അപ്പം തലേ തേച്ച് ഇങ്ങനെ തൈര് ഉലുവയും കൂടെ മിക്സ് ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ താരം പോവാനും പിന്നെ നമുക്ക് മുടി നല്ല രീതിക്ക് പൊടിച്ചു വരാനൊക്കെ വേണ്ടിയുള്ള സംഭവമാണത്. അപ്പം ഇനി ഞാൻ വിളക്കൊക്കെ തേച്ച് പൂവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പരിപാടി എന്ന് പറയുമ്പം ഇവിടെ തുണി കഴുകാനുണ്ട്. പിന്നെ കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് കഴിയുമ്പോൾ ഇന്നത്തെ ദിവസം തീരും. ഇന്നധികം ഒന്നും ഇല്ലായിരുന്നു. പരീക്ഷ കഴിഞ്ഞുകൊണ്ട് ഞാൻ റെസ്റ്റൊക്കെ ആയിരുന്നു. നാളെയാണ് പണി തുടങ്ങണം. നാളത്തെ ശരിക്കും പണിയുണ്ട് രാവിലെയൊക്കെ. അപ്പം നമുക്ക് ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. അപ്പോൾ ഇത് ഇങ്ങനെ താരനൊക്കെ ഉള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
നല്ല റിസൾട്ടാണ്. ഞാൻ ഇടയ്ക്ക് പരീക്ഷ ആയപ്പോഴും ചെയ്യാൻ പറ്റാതായ അത് മുമ്പ് ചെയ്യുമ്പോൾ 3 ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കാണും. നിങ്ങൾ ചെയ്യാനെന്ന് വെച്ചാൽ ഒരു 3 ദിവസം കഴിയുമ്പോൾ നല്ല റിസൾട്ട് കാണും. അപ്പോൾ ഒരു 5 ദിവസം തുടർച്ചയായി തയ്ക്കണം. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച തൊട്ട് ഒന്നിരാടോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ തയ്ച്ചാൽ മതി. പിന്നെ മാറണതനുസരിച്ച് നിങ്ങൾ കുറച്ച് വന്നാൽ മതി, കുഴപ്പമില്ല. താരം മാറണതനുസരിച്ച് മുടി വളർത്താനാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ഒരു ആഴ്ചയിൽ 2 തവണയെങ്കിലും തയ്ക്കണം അങ്ങനെയുള്ളവരാണെങ്കിൽ. അപ്പം നമുക്കിനി അടുത്ത വർക്കിലേക്ക് കിടക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് വെളി നല്ല മഴയാണ് ഗൈസ്. ഞാൻ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഗൈസ് കണ്ട നല്ല കട്ടയ്ക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഗൈസ് ഞാൻ വെളിയിൽ പോയി കുറേ കോപ്രായങ്ങളൊക്കെ കാണിച്ചു. പിന്നെ ഞാൻ പറഞ്ഞ ഗൈസ് കുറച്ച് തുണിയെ കഴുകാണ്ടായിരുന്നു, സ്കൂളിൽ കേട്ടുണ്ടോ അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി തോർത്തൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് നിൽക്കാം ഗൈസ്. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. തുണി കഴുകണം, പിന്നെ വർക്കൗട്ട് ചെയ്യണം, അതേ ഉള്ളൂ. വേറെ പണിയൊന്നും അത് കഴിഞ്ഞില്ല. നാളെയാണ് എല്ലാ പണിയും ഉള്ളത് പറഞ്ഞതുപോലെ. തലയുള്ള തൈരൊക്കെ ഒന്ന് കഴുകാക്കാം ഗൈസ്. എനിക്ക് വർക്കൗട്ട് ചെയ്യാനുള്ളതുകൊണ്ട് അതിട്ടുകൊണ്ട് ചെയ്യത്തില്ലല്ലോ. തോർത്തി എടുക്കാം. നല്ലൊരു തോർത്തണം കഴിച്ചു. എനിക്കെല്ലാം ജലദോഷമുള്ളതാണ് പരീക്ഷയ്ക്ക് തേക്കാൻ പറ്റാത്തത്. നമുക്ക് 10-15 മിനിറ്റ് റെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവാം. ബെഞ്ചൊക്കെ കിടപ്പുണ്ട് ഗൈസിൻ്റെ. ഇങ്ങോട്ടൊക്കെ ഒന്ന് കയറിങ്ങനെ കുറേ നാളായി ഗൈസ്, 1.5 മാസമായി. ഇപ്പം ഇന്ന് വർക്കൗട്ട് തുടങ്ങുകയാണ്. അപ്പോൾ വർക്കൗട്ടിന് വേണ്ടിയുള്ള ഡംബിൾസൊക്കെ അകത്തിരിക്കുകയാണ്. ഭൂമി അത് നമുക്ക് എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ ഗൈസ് അപ്പം നാളെ ഫാസ്റ്റ് കാണിക്കുന്നത് കുറച്ച് സമയം എടുത്ത് ഗൈസ്. അത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാട്ടൊക്കെ പ്ലേ ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം ഗൈസ് വർക്കൗട്ട്. ഇന്ന് ചെസ്റ്റിന് ട്രൈസെപ്സിനാണ്. ചെസ്റ്റിന് കുറച്ച് തന്നെ കാണിക്കുന്നത്. കുറേ നേരം ഉണ്ടായിരുന്നു. 1 മണിക്കൂർ വർക്കൗട്ട് അടിച്ചപ്പം മൊത്തം എന്തായാലും കാണിക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കാണിച്ചത് ഗൈസ്. അപ്പം വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഇന്ന് ചെസ്റ്റ് വർക്കൗട്ടും ട്രൈസെപ്സും ആയിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് വീഡിയോ ഞാൻ അവർക്ക് ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇനി കുറച്ച് പ്രോട്ടീനൊക്കെ അടിക്കണം. പ്രോട്ടീൻ പവറല്ല ഗൈസ്, നമ്മൾ നാച്ചുറലായ സാധനം തന്നെയാണ്. കാണിക്കാം. പ്രോട്ടീൻ ഷേക്കിൻ്റെ ഞാൻ വീഡിയോ അത് ഇട്ടിട്ടുണ്ട് മുമ്പ്, ഷോർട്സ്. അത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ലിങ്ക്. അപ്പം ഇനി നമുക്ക് കുറച്ച് പ്രോട്ടീൻ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇപ്പോഴേ കുളിച്ചുകൂടാ ഗൈസ്. അപ്പം പ്രോട്ടീൻ എന്ന് വെച്ചാൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് 1 മണിക്കൂർ മുമ്പ് നമ്മൾ കഴിക്കണം. വർക്കൗട്ട് ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞ് കഴിച്ചിട്ട് അത്ര ഉപയോഗമില്ല. 1 മണിക്കൂർ മുമ്പ് കഴിച്ചാലേ നമുക്ക് അതിന് ഒരു ഇത് കിട്ടും. നമ്മളെ മസിൽസ് ബ്രേക്കായിട്ട് അത് നേരെ തിരിച്ച് വന്ന് അത് നേരെ ആവാൻ വേണ്ടി, മസിൽസ് നേരെ ആവാൻ വേണ്ടി ഈ പ്രോട്ടീൻ അത് എടുക്കണം. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ മുമ്പ് പ്രോട്ടീൻ കഴിക്കണം. ഓക്കെ, ഞാൻ കുറച്ച് കടലയും പയറും കൂടെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വയസ്സിലെ നമ്മൾ ഷേക്കിൻ്റെ തയ്യാറെടുപ്പിലാണ്. അപ്പം ഈ ഷേക്ക് ഉണ്ടാക്കി കാണിക്കാൻ കഴിയും. ഷേക്ക് റെഡി ആയിട്ടുണ്ട്. പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പഴയ ഓട്സൊക്കെയാണ് നമ്മളെ വീട്ടിലുള്ളതാണെന്ന് വെച്ചാൽ ഞാൻ ചെയ്താൽ മതി. പ്രോട്ടീൻ ഷേക്ക് 2 ഗ്ലാസും പിന്നെ 2 മുട്ടയും ഈ കടലയും പയറും കൂടെ കഴിച്ചാൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ കുളിച്ച് റെഡി ആയിരിക്കണം ഗൈസ്. അപ്പം ഇന്ന് രാവിലെ നമ്മൾ പറഞ്ഞല്ലോ റേഷൻ കടയിൽ പോയപ്പം കുറച്ച് സ്ഥലങ്ങൾ കയറാൻ വന്നു. അപ്പോൾ നമ്മൾ കുറച്ച് രാത്രി കഴിക്കാൻ വേണ്ടി കുറച്ച് വടയൊക്കെ വാങ്ങിച്ചായിരുന്നു ഗൈസ്. അപ്പം ഇന്ന് ചായയുടെ അതാണ്. ഇന്ന് ചായ ഉണ്ട്. സാധാരണ കട്ടൻ ചായ കുടിക്കുന്നത്, ഇന്ന് ചായ ഉണ്ട്. ഗ്ലാസ് ചായ ഉണ്ടായിരിക്കും. അപ്പം ചായയും നല്ല ഉഴുന്നോടെയുണ്ട്, പരിപ്പോടെയുണ്ട് ഗൈസ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഉഴുന്നോടെയാണ്. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വട ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നല്ല വടയാണ് ഗൈസ്. ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച ചോറ് അതാണ് നമ്മളിന്ന് രാത്രി കഴിക്കുന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. കഴിഞ്ഞ ഒരു 9 മണിയൊക്കെ കഴിയുമ്പം ചോറ് കഴിക്കും. അനിയുടെ പഠിക്കാനുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം എല്ലാവർക്കും ബൈ.